always.The. Hello friends and welcome to another class by Daily English Classroom. In today's class, we are moving on to the next lesson, The Snake and the Mirror by Vaikom Muhammed Basheer. SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള 6 പ്രധാനപ്പെട്ട ഡിസ്കോഴ്സസിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠത്തെക്കുറിച്ചാണ്. ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള 6 ഡിസ്കോഴ്സസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ പാഠത്തിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നോട്ടീസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഹോമിയോപ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറി ഓഫ് ദ ഡോക്ടർ, കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്, അതുപോലെ തന്നെ പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഈ 6 ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. Okay friends, so let's go to the lesson and understand what it is. The snake and the mirror. ഈ ഒരു പാഠത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ ഒരു സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള പാഠത്തിൻ്റെ ഏത് ചോദ്യമാണ് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും ഈ പാഠത്തിൻ്റെ ഒരു സമ്മറി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് ഓടിച്ച് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, സോ ലെറ്റ്സ് ലേൺ ദിസ് ലെസൺ, ദ സ്നേക്ക് ആൻഡ് ദി മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ പാഠത്തിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ, നോട്ടീസ് അബൌട്ട് ദ സ്റ്റേജിങ് ഓഫ് ദ സ്റ്റോറി, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോമിയോപ്പത്ത്, ഡയറി ഓഫ് ദ ഡോക്ടർ, കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്. ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ ഒരു സമ്മറി ഒന്ന് നോക്കാം. The Snake and the Mirror is a wonderful story written by the famous Malayalam writer Vaikom Muhammed Basheer. അപ്പോൾ ഈ കഥ മലയാളത്തിലെ പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. It is a story about a poor doctor who had just started his medical practice. So his earnings were meagre. He had only 60 rupees with him and lived in a small rented room without electricity. It was infested with rats. അപ്പോൾ ഇത് ഒരു പാവപ്പെട്ട ഒരു ഡോക്ടറുടെ കഥയാണ്. മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ച് തുടങ്ങിയിട്ടുള്ള എന്നാൽ വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഡോക്ടറുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് 60 രൂപയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ വാടക വീട്ടിൽ, വൈദ്യുതി ഇല്ലാത്ത ഒരു വാടക വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ ഒരു ഈ റൂമിൽ ധാരാളം എലികളും ഉണ്ടായിരുന്നു. On that day, the doctor had his meals at the restaurant and returned home. He lighted the kerosene lamp. Then he took off his coat and shirt and opened the 2 windows. After some time, he settled on the chair and took out a book. There was a large mirror on the table.
അപ്പോൾ ആ ഒരു ദിവസം ഡോക്ടർ അദ്ദേഹത്തിൻ്റെ രാത്രിയിൽ അദ്ദേഹം പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തിയതായിരുന്നു. ഭക്ഷണം ഒന്നും വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറമെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നു, വിളക്ക് ഒക്കെ കത്തിച്ചു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറ്റി ജനലൊക്കെ തുറന്നിട്ടു. വളരെ ചൂടുള്ള ഒരു കാലമായിരുന്നു അത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവിടെ കസേരയിലിരുന്നു, ഒരു പുസ്തകം മുന്നിൽ എടുത്തു വെച്ചു. അപ്പോഴാണ് അതിൻ്റെ മുൻപിലായിട്ട് വലിയൊരു കണ്ണാടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണാടി മുമ്പിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊന്ന് നോക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. Those days the doctor bothered much about his looks. He therefore picked up the comb and parted his hair. He looked at his reflection in the mirror. Then he practiced an attractive smile. At this moment, he takes some earth-shaking decisions. He wants to appear smart and more handsome. For that, he will shave daily, keep a thin moustache, and keep a smiling face always. The doctor got up, he lit a beedi, he paced up and down the room. The thought of his marriage came to him. He thought of marrying a wealthy doctor. His wife had to be fat, so he won't catch him if he ran away. അങ്ങനെ തൊട്ട് മുമ്പിൽ കണ്ണാടി കണ്ടപ്പോൾ അതിലേക്ക് നോക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. കണ്ണാടിയിൽ നോക്കി സ്വന്തം ഭംഗി ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചീപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ചീവി നല്ല സുന്ദരനാണെന്ന് സ്വയം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ ഈ കണ്ണാടിയിലുള്ള ആ ഒരു പ്രതിബിംബം അത് നോക്കി ഒന്ന് ചിരിച്ചു നോക്കിയപ്പോൾ തൻ്റെ ചിരി വളരെ ഭംഗിയുള്ളതാണെന്ന് അയാൾക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒരു കൂടുതൽ ഭംഗിയുള്ള ഒരാളായി, കൂടുതൽ സുന്ദരനായി ഇനിയുള്ള കാലം ജീവിക്കണം. അതുകൊണ്ട് അയാൾ പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങളാണ് ആ ദിവസം എടുത്തത്. ഒന്ന്, എല്ലാ ദിവസവും ഷേവ് ചെയ്യണം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് മുഖം ഇരിക്കും. അതുപോലെ കീപ്പ് എ തിൻ മസ്റ്റാഷ്, ഒരു ചെറിയൊരു മീശ, വലിയ മീശയല്ല, ചെറിയൊരു പൊടി മീശ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്നൊക്കെ അയാൾ വിചാരിച്ചു. അതുപോലെ തന്നെ എന്ത് മനോഹരമാണ് തൻ്റെ ചിരി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും പറ്റുന്ന സമയത്തൊക്കെ ആ ഒരു ചിരി മുഖത്ത് നിലനിർത്തുന്നത് വളരെ നല്ലതാണെന്ന് അയാൾ വിചാരിക്കുന്നു. അങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. എന്തു സുന്ദരനാണ് താൻ. അപ്പോൾ തീർച്ചയായിട്ടും ഭാവി ജീവിതത്തെക്കുറിച്ച് ഒക്കെ ധാരാളം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഒരു ബീഡിയൊക്കെ കത്തിച്ച് വലിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഏതായാലും കല്യാണത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ തൻ്റെ ഭാവി വധുവിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണയുള്ള ആളാണ് ഈ ഒരു ഹോമിയോപ്പത്ത് അല്ലെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടർ. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് 3 പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ധാരാളം സമ്പത്തുള്ള ഒരു വീട്ടിലെ കുട്ടിയായിരിക്കണം. അതുപോലെ തന്നെ ഡോക്ടറായിരിക്കണം. അത് നിർബന്ധമാണ്, കാരണം താനും ഡോക്ടറാണ്. അപ്പോൾ ധാരാളം സമ്പത്തുണ്ടായിരിക്കണം, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടാവണം, തിരക്കുള്ള ഒരു ഡോക്ടറായിരിക്കണം. അതുപോലെ തന്നെ വളരെ വിചിത്രമായി ഇവിടെ മറ്റൊരു ഡിമാൻഡ് കൂടി ഇദ്ദേഹത്തിനുണ്ട്. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു സ്ത്രീ നല്ല തടിയുള്ള ആളായിരിക്കണം. കാരണം പലപ്പോഴും പല അബദ്ധങ്ങളും ചെയ്യുമ്പോൾ തല്ല് കിട്ടാതെ ഓടി രക്ഷപ്പെടാൻ കഴിയണം. അപ്പോൾ തടിയുള്ള ആൾക്ക് ഓടി ഒരിക്കലും തന്നെ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഷീ ഹാഡ് ടു ബി ഫാറ്റ്. The sounds of rats had stopped. Suddenly there was a dull thud. As he turned his head, a fat snake landed over his shoulder. Before the doctor could think of anything, the snake had coiled around his left arm above the elbow. His hood was spread out. His head was hardly 3 or 4 inches from his face. All his thoughts about making himself more handsome and getting married vanished like mist in sunshine. The doctor sat there as if he were a piece of stone.
He would be in trouble if the snake bit him. He had no medicine against snake poison. അങ്ങനെ വലിയ വലിയ ചിന്തകളിലൊക്കെ മുഴുകിയിരിക്കുന്ന സമയത്താണ് എലികളുടെ ശബ്ദമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന ശബ്ദത്തിനൊന്നും അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ധാരാളം എലികൾ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എലികളുടെ ശബ്ദമൊക്കെ നിന്നു. അതിനുശേഷം ഒരു എന്തോ ഒന്ന് താഴേക്ക് വീഴുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം തിരിഞ്ഞ സമയത്ത് ഒരു പാമ്പ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലേക്ക് വീഴുന്നു. ഹോമിയോപ്പത്ത് ഇങ്ങനെ തൻ്റെ കൂട്ടുകാരോട് ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കഥ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു പാമ്പ് വീണിട്ടും മേത്ത് വന്ന് വീണിട്ടും ഞാനൊന്ന് ഒച്ചയിടുകയോ ശബ്ദമുണ്ടാക്കുകയോ കരയുകയോ അല്ലെ ഓടുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അയാളുടെ ധൈര്യം കൊണ്ടാണെന്ന്. പക്ഷേ അതുകൊണ്ടല്ല. അദ്ദേഹത്തിന് ഈ ഹോമിയോപ്പത്തിന് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇത് വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഈ പാമ്പ് ഇഴഞ്ഞ് ഒരു കയ്യിൽ വന്ന് ചുറ്റി അവിടെ ഇങ്ങനെ നിന്നു. അതിൻ്റെ പത്തിയൊക്കെ വിടർത്തി. അപ്പോൾ ഈ പാമ്പിൻ്റെ തലയും ഇയാളുടെ മുഖവും ഇയാളുടെ മുഖവും ഏകദേശം ഒരു 3-4 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അതായത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഇവിടെ ഡോക്ടർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അനങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ പാമ്പ് കൊത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ അനങ്ങാതെ ഒരു പ്രതിമ പോലെ അവിടെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അനങ്ങിയാൽ ഈ പാമ്പ് കൊത്തും എന്നുള്ളതുകൊണ്ട്. അപ്പോഴാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ ആ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ തമാശ കൊണ്ടുവരുന്നത്. കാരണം നേരത്തെ ചിന്തിച്ചിരുന്നത് എന്താണ്, ഇപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് തമ്മിൽ അവിടെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പ്രധാനമായും ഹ്യൂമർ അല്ലെങ്കിൽ തമാശ കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായും കോൺട്രാസ്റ്റുകളിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ചിന്തകൾ എന്തൊക്കെയാണ്? താൻ വലിയ സുന്ദരനാണെന്നും സുന്ദരിയായ ഒരാളെ കല്യാണം കഴിക്കണമെന്നും കയ്യിൽ വന്ന് ചുറ്റിയതിന് ശേഷമുള്ള ആ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് താനൊരു മണ്ടനാണെന്നാണ്. കാരണം ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കാനുള്ള ഒരു മരുന്ന് പോലും തൻ്റെ കയ്യിലില്ലാത്ത ഒരു ഡോക്ടറാണ് താൻ എന്നൊക്കെയുള്ള ചിന്തയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വരുന്നത്. അതുപോലെ നേരത്തെ ഇല്ലാതിരുന്ന ഒരു ദൈവവിശ്വാസവും അദ്ദേഹത്തിന് ഈ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ് അല്ലേ, ഭൂമി കുലുങ്ങിയാലും മാറാത്ത കുറേ തീരുമാനങ്ങളും അതുപോലെ തന്നെ കല്യാണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എല്ലാം ഈ സമയത്ത് ഇല്ലാതാവുകയാണ്. ഇപ്പോൾ ആകെ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാകുന്നു. He considers himself as poor, foolish and stupid doctor. He thought of only one help, the help from God. It seemed God appreciated that. The snake turned its head and looked into the mirror. The snake then unwound itself from the doctor's arm. He fell into his lap. From there, it crept on the table. Then it moved towards the mirror. Apparently, it wanted to see its reflection more closely. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ചിന്തയിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു മണ്ടനായ ഡോക്ടറാണ്. കാരണം ഒന്നും കയ്യിലില്ല, ഒരു മരുന്ന് പോലും കയ്യിലില്ല. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേട്ടു. പാമ്പ് അതിൻ്റെ തല തിരിച്ച് കണ്ണാടിയിലേക്ക് നോക്കി. പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കയ്യിൽ നിന്ന് മെല്ലെ അഴഞ്ഞ് മടിയിലേക്ക് ചാടുകയും മടിയിൽ നിന്ന് മേശയിലേക്ക് കയറുകയും അങ്ങനെ കണ്ണാടിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ രസകരമായ രീതിയിൽ ബഷീർ ഇവിടെ പറയുകയാണ്, ഒരു പക്ഷേ ഈ പാമ്പും തൻ്റെ പോലെ എന്തെങ്കിലും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുകയായിരിക്കും. ഇന്ന് എല്ലാ ദിവസവും ഷേവ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ നെറ്റിയിലൊരു കുറി തൊടണമെന്നോ അങ്ങനെ എന്തെങ്കിലും പുതിയ പുതിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് കണ്ണാടിയിൽ നോക്കിയതായിരിക്കും എന്ന്
പറയുകയാണ്. ഏതായാലും ഈ പാമ്പ് കണ്ണാടിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ താൻ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ സൗന്ദര്യം, ഈ പാമ്പ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരിക്കും. അപ്പോൾ നല്ല സൗന്ദര്യബോധമുള്ള ഒരു പാമ്പായിരിക്കും ചിലപ്പോൾ. ഏതായാലും അതുകൊണ്ട് ഈ ഡോക്ടർ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. This was the doctor's opportunity. Very slowly he got up from the chair. He ran out of the house in no time. He reached a friend's house and spent his time there. He came back to his house only next morning. It was about 8:30. He had with him his friend and one or two others. They had to move his things from there. However, they had little to carry. Some thief had taken away most of his things. There was no sign of the snake also. അപ്പോൾ ഈ പാമ്പ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ആ സമയം കൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് ഓടിച്ചെന്നത്. ചെന്ന ഉടനെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിച്ചു, വസ്ത്രങ്ങളൊക്കെ മാറി. അങ്ങനെ ഏതായാലും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുകയും അടുത്ത ദിവസം തന്നെ സുഹൃത്തിനെയും അതുപോലെ 1-2 ആളുകളെയൊക്കെ കൂട്ടി, കാരണം വീട്ടിലെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടത് ഉള്ളത് കൊണ്ട് 1-2 ആളുകളെയൊക്കെ കൂട്ടിയാണ് പോയത്. അതുപോലെ പാമ്പിനെ കാണുകയാണെങ്കിൽ അതിനെ തല്ലി കൊല്ലുകയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് ചെല്ലുന്നത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുത്ത് മാറ്റാൻ ഇല്ല എന്ന്. കാരണം ഇന്നലെ തുറന്നിട്ട് പോയതാണ്. അപ്പോൾ ഒരു കള്ളൻ അവിടെ കയറി ഇയാളുടെ സാധനവും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനോ മാറ്റാനോ ഉണ്ടായിരുന്നില്ല. Basheer has used contrast to bring humor into a frightening story where a full-blooded cobra coils around a doctor's arm. അപ്പോൾ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ കോൺട്രാസ്റ്റ് അല്ലെ താരതമ്യം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഹ്യൂമർ അല്ലെങ്കിൽ തമാശ പ്രധാനമായും ഈ കഥയിൽ വരുന്നത് ഈ ഒരു താരതമ്യത്തിലൂടെയാണ്. ഉദാഹരണമായിട്ട് പാമ്പ് വരുന്നതിന് മുമ്പുള്ള ഡോക്ടറുടെ തന്നെ പറ്റിയുള്ള ചിന്ത, പാമ്പ് വന്നതിന് ശേഷമുള്ള ചിന്ത, അതുപോലെ ഏത് തരത്തിലുള്ള സ്ത്രീയെയാണ് വിവാഹം കഴിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, എങ്ങനെയുള്ള സ്ത്രീയെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്, അങ്ങനെ ഈ രീതിയിലുള്ള ധാരാളം കോൺട്രാസ്റ്റുകളിലൂടെയാണ് ബഷീർ ഇവിടെ പ്രധാനമായും ഹ്യൂമർ അല്ലെങ്കിൽ തമാശ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കഥയാണ് യഥാർത്ഥത്തിൽ, എന്നാൽ അത് വളരെ തമാശ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡോക്ടറുടെ പ്രതീക്ഷയും എന്നാൽ യാഥാർത്ഥ്യവും ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ചിരിക്കാനുള്ള വക നൽകുന്നു. അപ്പോൾ എങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്? നല്ല തടിയുള്ള, ഓടാൻ പറ്റാത്ത ഒരു സ്ത്രീയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. എന്നാൽ അവസാനം വളരെ മെലിഞ്ഞ ഓട്ടക്കാരിയുടെ പോലെ തന്നെ സ്പീഡിൽ ഓടാൻ കഴിയുന്ന ഒരാളെയാണ് ഭാര്യയായിട്ട് കിട്ടിയത്. He wants to marry a fat woman but ends up marrying a thin and slender woman who could run like a sprinter. The writer mocks the youngster's tendency of looking at one's own face and enjoy. Earlier, he was so proud of his looks and profession, but after the snake fell on him, he considers himself as a poor, foolish and stupid doctor. He smiled feebly at his own, wanted to show his friends that he is very brave even in front of a cobra. As he explains the story, one can easily guess that he is a coward. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരായ ആളുകളുടെ സ്വന്തം സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു സ്വഭാവത്തെ കളിയാക്കുകയാണ് ബഷീർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ സ്വന്തം ഭംഗിയിൽ സന്തോഷം പൂണ്ട അദ്ദേഹം, സ്വന്തം ഭംഗി കണ്ട് ആസ്വദിച്ചിരുന്ന ഈ ഒരു ഹോമിയോപ്പത്ത്, അയാൾ പിന്നെ പാമ്പ് വന്നതിന് ശേഷം സ്വന്തം ഒരു മണ്ടനായ ഡോക്ടറായിട്ടാണ് കരുതുന്നത്. അപ്പോൾ സ്വന്തം കഴിവുകേടിൽ അയാൾ ചിരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ കഥ പറയുന്ന സമയത്ത് താൻ വളരെ ധൈര്യമുള്ള ഒരാളാണെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. എങ്കിലും ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അദ്ദേഹം ഒരു ഭീരുവാണ്, ധൈര്യമില്ലാത്ത ആളാണ് എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ SSLC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.